ഒപ്പണിക്കെത്തിയല്ല വെള്ളപ്പം നാട്ടിലെ വെള്ളപ്പം കൊച്ചാന്ന് കണ്ണാലെ കണ്ടല്ല കുഞ്ഞി വരേനും വരണ്ടരനെയും എനിക്കെന്റെ കുഞ്ഞു മോളെ കാണും നേരം ആലപ്പുള്ളി നിര കുഞ്ഞിമേട് തായ് തന്നരു താനിനാരും തായ് തന്നരു താനിനാരും അയ്യോ നുള്ളിച്ച് പയ്യേ തമ്പുരാൻ്റെ ചെലി കീഞ്ഞു തമ്പുരാനെങ്കിലും കണ്ടാൽ എന്നെ ചെറു മക്കളെ കൊല്ലേ അയ്യോ നുള്ളിച്ച് പയ്യേ തമ്പുരാനും ചെലുകിഞ്ഞോ തമ്പുരാനെങ്കിലും കണ്ടാൽ എന്നെ ചെറു മക്കളെ കൊല്ലേ ഏറുമടുത്തിലെ ദൈവേ പാടത്തി മോളിലെ ദൈവേ കുഞ്ഞന്ന് കാത്തോള് ദൈവേ ഞാളങ്ങ് കാത്തോള് ദൈവേ അയ്യോ വിളിച്ച് പയ്യേ തമ്പുരാൻ്റെ ചെലുകിഞ്ഞോ തമ്പുരാനെങ്കിലും കണ്ടാൽ എന്നെ ചെറു മക്കളെ കൊല്ലേ. ഒന്നും പറയാനില്ല, മലപ്പുറത്തെ പിള്ളേർ സൂപ്പറാണ്. ഒന്ന് ഓഡിയൻസിനെ കൂടെ തിരിക്കോ. ഇത്രയും പേരോടെ വന്ന് ഇന്ന് കൈയടിച്ചു. സൂപ്പറല്ലേ? അടിപൊളിയല്ലേ? പിന്നെ ഒന്നും പറയാനില്ല. ഇത് മലപ്പുറം ജില്ലയിൽ നിന്ന് കഴിഞ്ഞ 4 വർഷമായിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ എത്തുന്ന ഒരു ടീമാണ്. എന്താണ് മക്കളെ, നിങ്ങൾക്കൊന്ന് പരിചയപ്പെടണമല്ലോ. പേരൊന്ന് പറയോ? റാനിയ DT, സുഹിഷ്ണ, നന്ദന, നവനി, അനന്യ, അശ്വതി, ദുർഗ. അടിപൊളിയായിട്ട് പാടി. ആദ്യം തന്നെ അത് പറയട്ടെ, നമ്മൾ നിങ്ങളുടെ ഈ ഒരു ഡ്രസ്സിംഗ് ആണ് ഫസ്റ്റ് എന്നെ നോക്കിയത്. ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആ ഒരു കൈ? ഒന്ന് സ്നേഹത്തോടെ സാറിനെ വിളിക്കുമോ? സാറിൻ്റെ പേര്? എൻ്റെ പേര് മജീഷ് കാരയാട്. ഈ ഒരു പാട്ടിൻ്റെ പിറകിൽ താങ്കളാണ്. അധികം കേട്ടിട്ടില്ലാത്തൊരു പാട്ട് കൂടിയാണ്. എന്താണ് പാട്ടിലൂടെ ഉദ്ദേശിച്ചത്? ഈ പാട്ട് നമ്മുടെ വടക്കൻ കേരളത്തിലുള്ള, പ്രത്യേകിച്ചും വടക്കൻ മലബാറിലുള്ള കാർഷിക വൃത്തിയായിട്ട് ബന്ധപ്പെട്ടുള്ള പാട്ടാണ്. ഇതൊരു ഒരു കൃഷി ചെയ്യുന്നതിന് മുന്നേ നിലം ഒരുക്കുന്നൊരു പതിവുണ്ട് പഴമക്കാരുടെ. അപ്പോൾ ആ സമയത്ത് ഇവർ പാടിക്കൊണ്ടാണ് ഈ കളികളൊക്കെ കളിക്കുക, ഈ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് നിലം ഒരുക്കുന്ന സമയത്ത് പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടുകളാണ്. ഇതിൽ ഒരുപാട് പാട്ടുകൾ ഇനിയുണ്ട്. ഈ കാർഷിക വൃത്തിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ വിളനടി പാട്ട് എന്ന് പറയാം. ഈ നടുക്കുന്നതിന് മുന്നേ കണ്ടം ഒരുക്കുന്നതിന് സമയത്ത് പാടുന്ന പാട്ടാണത്. ഓക്കെ. പാടി ഇറങ്ങിയപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയേ? ആ ഒരു എനർജി, ഫുൾ എനർജിയിലാണ് അവിടെ പാടിയത്. അതേ എനർജിയിൽ നമുക്ക് ഇവിടെ നിങ്ങൾ ആ ഒരു പ്രൊഡക്റ്റ് തന്നു. പാടി ഇറങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയോ? ഞങ്ങളെ ഫുൾ എഫേർട്ട് അവിടെ ഇട്ടാണ്. അതോടൊപ്പം തന്നെ പ്രാക്ടീസ് സമയത്ത് എത്ര ടൈം എടുത്തു നിങ്ങൾ പഠിച്ചെടുക്കാനായിട്ട്? മുതൽ തുടങ്ങിയതാണ് പ്രാക്ടീസ്. പിന്നെ ടൈം കിട്ടുമ്പോഴൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യും. വെക്കാറുണ്ട് പ്രാക്ടീസ്. സമയമൊക്കെ അടിപൊളിയായിരുന്നു. മിസ് ചെയ്യോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ? മാത്രമല്ല, നിങ്ങളുടെ അവസാനത്തെ സ്കൂൾ കലോത്സവ വേദിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ വിഷമമുണ്ടോ? ഒരുപാടുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു വേദി കിട്ടുമെന്ന് അറിയില്ല. നമ്മൾ എടുക്കുന്ന കോഴ്സിനനുസരിച്ച്. പിന്നെ സാറ് ഇതെല്ലാം ഞങ്ങളിവിടെ എത്തിയത്. നന്നായി പാടുന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഒരു പാട്ട് നമുക്ക് വേണ്ടിയിട്ട്. തെക്കുന്ന് വന്ന ചിരങ്കിളിയോ ഏവൻ ചിരങ്കിളിയോ, തെക്കുന്ന് വന്ന ചിരങ്കിളിയോ നമ്മ ചിരങ്കിളിയോ, തെക്കുന്ന് വന്ന ചിരങ്കിളിയോ ഏവൻ ചിരങ്കിളിയോ, തെക്കുന്ന് വന്ന ചിരങ്കിളിയോ നമ്മ ചിരങ്കിളിയോ, നമ്മ ചിരങ്കിളിയായെങ്കിലപ്പ കാലിന് പൊന്നടന്തും, നമ്മ ചിരങ്കിളിയായെങ്കിലപ്പ കാക്ക് പൊന്നടന്തും, തെക്കുന്ന് വന്ന ചിരങ്കിളിയോ ഏവൻ ചിരങ്കിളിയോ, തെക്കുന്ന് വന്ന ചിരങ്കിളിയോ നമ്മ ചിരങ്കിളിയോ.
പറയാനില്ല, സൂപ്പറാണ്. മാഷും സൂപ്പറാണ്, പിള്ളേരും സൂപ്പറാണ്. അപ്പോൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ കാത്ത് ഇനി യൂണിവേഴ്സിറ്റി കലോത്സവ വേദികൾ ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. അവിടെ വരണം, വീണ്ടും മത്സരിച്ച് വിജയിച്ച് തന്നെ തിരിച്ചു പോകണം. റിസൾട്ട് വന്നോ എല്ലാവരുടെയും? എ ഗ്രേഡ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ഒന്ന് ഉറക്കെ പറ, എന്താ പോവുള്ളൂ? അവര് പ്രതീക്ഷയിലാണ്. അവർക്ക് എന്തായാലും വിജയാശംസകൾ നേരുകയാണ്. ക്യാമറ പേഴ്സൺ അക്ഷയ ദിലീപിനൊപ്പം വിജിത, കേരള വിഷൻ ന്യൂസ്, തൃശ്ശൂർ.